I hung up the phone tonight. Something happened for the first time deep inside. There's a rush, what a rush. Cause a possibility that you would ever feel the same way about me. It's just too much, just too much. Why do I keep running from the truth? All I ever think about is you. You got me hypnotized, so mesmerized, and I just got to know. Do you ever think when you're all alone, all that we could be, when this thing could go? Am I crazy or falling in love? Is it real or just another crush? Do you catch your breath when I look at you? Are you holding back like the way you do? Cause I'm trying to walk away, but I know this crush ain't going away. Going away. Has it ever crossed your mind, when we're hanging, spending time, girl, are we just friends? Is there more? Is there more? See, it's a chance we've gotta take, cause I believe that we can make this into something that will last forever, forever. Do you ever think when you're all alone, all that we could be, when this thing could go? Am I crazy or falling in love? Is it real or just another crush? Do you catch your breath when I look at you? Are you holding back like the way you do? Cause I'm trying to walk away, but I know this crush ain't going away.
അധ്യായം 5 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ. അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു. അവന് തുണയും താങ്ങുമായി ഹവ്വായെ ഭാര്യയായി നൽകി. അവരിൽ നിന്ന് മാനവ വംശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് വേണ്ടി അവനെപ്പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം. കർത്താവേ, ഞാൻ ഇവിടെ സ്വീകരിക്കുന്നത് ദൈവികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും അവൾ ആമേൻ എന്ന് ഏറ്റു പറഞ്ഞു. പിതാവായ ദൈവത്തിൻ്റെയും മിശിഹാ തമ്പുരാൻ്റെയും സഹായം യാചിച്ച് എല്ലാം മംഗളമായി നടക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ തുടങ്ങാം. കാരണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം. ആരാധനായനും അൻപൻ മിശിഹായും കൂടെ തുണയ്ക്കായി ഇവർക്ക്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുകളെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പൂർവ്വപിതാവായ ഇസ്ഹാക്കിന് സ്വന്തം വംശത്തിൽ നിന്ന് ഭാര്യയെ അന്വേഷിച്ച് പുറപ്പെട്ട അബ്രാഹത്തിന്റെ ദാസനെ അനുഗമിച്ച് ആശീർവദിച്ച കർത്താവെ, വിവാഹ വാഗ്ദാനത്തിനായി യാത്ര തിരിക്കുന്ന നിന്റെ ദാസനെ കൃപാപൂർവ്വം കടാക്ഷിക്കണമേ. മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനും പരസ്പര സഹായത്തിനുമായി പുരുഷനെയും സ്ത്രീയെയും കൂട്ടിയോജിപ്പിച്ച ദൈവമേ, തിരുമുൻപിൽ ഈ നിമിഷം കാരുണ്യം യാചിച്ചു നിൽക്കുന്ന ഈ ദാസനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് നടത്തുവാൻ പോകുന്ന വാഗ്ദാനത്തിനനുസൃതമായി വിശ്വസ്തതാപൂർവ്വം ജീവിക്കുവാൻ കൃപ നൽകണമേ. നിത്യനായ സർവേശ്വര എന്നേക്കും. നമുക്കെല്ലാവർക്കും കർത്താവ് ശരണപ്പെട്ടുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് യാചിക്കാം. നിന്റെ ജനമായ ഇസ്രായേലിനോട് കരാറുണ്ടാക്കുകയും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് കാണിക്കുകയും ചെയ്ത കർത്താവെ, ഈ വിവാഹ വാഗ്ദാനം വഴി വിശ്വസ്തയിലും ദൈവപരിപാലനയിലുമുള്ള വിശ്വാസത്തിലും വളരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹ വാഗ്ദാനം വഴി വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ മക്കൾ സ്നേഹത്തിൽ വളരുവാനും അങ്ങേക്ക് എന്നും പ്രിയപ്പെട്ടവരായിരിക്കുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന രണ്ട് കുടുംബങ്ങളും പരസ്പര സ്നേഹത്തിലും ധാരണയിലും വളരാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. തോബിയാസിനെയും സഹായം സംരക്ഷിച്ച കർത്താവ് നിന്നെയും സംരക്ഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നോക്കണമേ. ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. പോലെയുള്ള കുടുംബത്തെയും ആകണമേ. പ്രാർത്ഥനയും സത്യവും നീതിയും സ്നേഹവും സമാധാനവും ഇഷ്ടമേ ജനങ്ങളുമായിരിക്കട്ടെ. കുടുംബാംഗങ്ങളെയും ഭാര്യോർത്തകന്മാരെയും കാത്തു പരിപാലിക്കണമേ. നൽകണമേ. ആത്മീയവും രോഗീയമായ എല്ലാ നന്മകളൊക്കെ പ്രദാനം ചെയ്യണമേ. പോലെ സ്നേഹിച്ചു ബഹുമാനിച്ചു മാതാപിതാക്കന്മാരെയും കൊച്ചുപിള്ളകളെയും ആസ്വദിക്കണമേ. ബാലികാബലന്മാരെ കാത്തുകൊള്ളണമേ.
അവരുടെ ബോധത്തിനെ വഴിക്ക് തിരിക്കണമേ. പുനരപ്പെടുത്തലോടെ വളർത്തണമേ. കടവാതിലുവരെ സഹായിക്കണമേ. ഞങ്ങളുടെ മക്കൾ പാടുവരെ തീർക്കണമേ. ദൈവദേവരെ കാത്തു പരിപാലിക്കണമേ. കർമ്മതമേ ഞങ്ങളുടെ വസ്തുക്കളെയും ആശ്രയിച്ചനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ നൽപിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗസ്ഥനായ നൽപിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗസ്ഥനായ നൽപിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. നാമത്തിൽ വന്നവനാ ദാവീദാത്മജനോശാന. കർത്താവിൻ നാമത്തിൽ വന്നവനാ ദാവീദാത്മജനോശാന. ഇനിയും വരുവോനനുഗ്രഹീതൻ ഉന്നത വീഥിയിലോശാന. ഇനിയും വരുവോനനുഗ്രഹീതൻ ഉന്നത വീഥിയിലോശാന. നീലാകാശവും മാമല നിരയും പാലൊളി വിതറും ചന്ദ്രികയും. നീലാകാശവും I was lost, I was in chains. The world had a hold of me. My heart was a stone, I was covered in shame. When he came for me, I couldn't run from his presence. I couldn't run from his arms. Jesus
'cause He loves me. He loves me. Oh, Jesus, how can it be? He loves me. He is for me. He loves me. He is for me. My God, it's amazing. Oh, Jesus loves me. സ്വാഗതം ചെയ്യുക. പ്രത്യേകിച്ച് ജോസ് തച്ചരാജൻ, ഫാദർ ജോബി, ഫാദർ ജോഷി, ഫാദർ സ്റ്റീഫൻ ഇവരോടൊപ്പം തന്നെ ഈ ദിവസം സമയത്തോടുകൂടി ഗവൺമെന്റിലേക്ക് സ്വാഗതത്തോടൊപ്പം എത്തിച്ചേരുന്ന പുറത്ത് മറ്റിടങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന മറ്റു വാക്കുകൾ സ്വാഗതം ചെയ്ത് നമുക്ക് അതിലേക്ക് പ്രാർത്ഥനയോട് പ്രവേശിക്കാം. Gracias.
ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രതിയായ പുരോഹിതരെയും ഇവരുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം സാക്ഷിയാക്കി പ്രഖ്യാപിക്കുന്ന ദിവസമാണ് ഇന്ന്. പുരുഷൻ ഏകനായിരിക്കുന്ന നല്ലതല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ഇസഹാക്കിന് ഭാര്യയെ കണ്ടെത്തിയ ദൈവം ഈ സുന്ദരമായ നിമിഷത്തെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാനവനെ പ്രിയത്തെ മാനവനെയും ചേർന്നയായിട്ട് ദൈവം കണ്ടെത്തി അറിയിക്കുകയാണ്. ദൈവം യോജിപ്പിച്ച് മനുഷ്യൻ വേദനയുടെ ആദ്യത്തെ വിവാഹം ആശീർവദിച്ച ദൈവം ഇവരെ ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് തീരുമാനിക്കുന്ന ഈ നിമിഷം മുതൽ അടുത്ത 10-ാം തീയതി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ പരസ്പര സമർപ്പണം നടത്തി വലിയ ഭർത്താക്കന്മാരായിട്ട് തീരുന്ന ആ സുന്ദരത്തിലൂടെ കടന്ന് മരണം യാത്രപ്പെടുന്നതിനെ പരസ്പരം ഒന്നായി ജീവിക്കുവാനുള്ള വലിയ തീരുമാനം ദൈവം യോജിപ്പിച്ച് മനുഷ്യന് വേർപെടുത്താനിരിക്കട്ടെ. ദൈവത്തിന്റെ കൽപ്പന പ്രതികൂല സാഹചര്യങ്ങളെ സംഘടനകളെല്ലാം ജീവിതത്തിൽ അഭിമുഖീകരിച്ച് വരുമ്പോൾ അതെല്ലാം സന്തോഷത്തോടെ വിശ്വാസത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഏകം മനസ്സായി ജീവിക്കുവാനായിട്ടുള്ള വലിയ തീരുമാനം ഇവർ എടുക്കുവാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ മാസം എൻ്റെ ചാച്ചൻ അമ്മച്ചി അവരുടെ വിവാഹത്തിൻ്റെ 72 വർഷങ്ങൾ പൂർത്തിയാക്കി. ഭൂമിയിലെ വളരെ ചുരുക്കം ആളുകൾ മാത്രം ഒരു സൗഭാഗ്യമാണ് ഞാൻ കാണുകയാണ്. കാരണം അമ്മയെ ജീവിച്ചിട്ടുണ്ട്. പല വിവാഹത്തിൻ്റെ 72 വർഷങ്ങളുടെ സന്തോഷത്തോടുകൂടി അവർ അത് പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചു. അന്ന് മക്കൾ ഒരുമിച്ച് കൂടി വിശുദ്ധ വലിയ നല്ല മക്കളാണ് നന്ദി പറഞ്ഞു. 14-ാമത്തെ വയസ്സിലെ അമ്മ 18 വയസ്സായ പള്ളി ചെന്നപ്പോഴാണ് കെട്ടാനുള്ള ചെറുക്കനാണ് അമ്മ കാണുന്നത് പറഞ്ഞിട്ട് നിലകൊള്ള 2 കിലോമീറ്റർ വിളിച്ചായിരുന്നത് അമ്മയോട് ഒക്കെ പറഞ്ഞ ആളാണ് ഇതിൻ്റെ ചെറുത് സമ്മതമാണ് എന്നതായിരുന്നു. മാതാപിതാക്കളുടെ തീരുമാനം, ദൈവത്തിൻ്റെ തീരുമാനം മാതാപിതാക്കളെ കൊണ്ട് വെളിപ്പെട്ട് അവര് സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് 72 വർഷങ്ങൾ പൂർത്തിയാക്കി. സന്തോഷത്തോടെ പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചത് എൻ്റെ നിലയിലനുസരിച്ച് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇവർ 2 പേരും പാതിരായി എഴുന്നേറ്റിരുന്ന് ഓർമ്മയില്ല. 12 മണിയാകുമ്പോൾ ലോകത്തോട് വളർന്ന സമയത്ത് ഇതിൻ്റെ 2 മണി എഴുന്നേറ്റിരുന്ന് ഓർമ്മയില്ല. ചെറുവാനിലേക്ക് കാണുന്നു. ഇപ്പോൾ ചാച്ചൻ 91 വയസ്സ്, അമ്മയ്ക്ക് 86 വയസ്സുമായതുകൊണ്ട് ആരോഗ്യ പ്രശ്നം നടന്നതുകൊണ്ട് ഇപ്പോൾ വെളുപ്പിൽ 4 മണിക്കാണ് വന്നത്. വൈകിട്ടുള്ള കുടുംബ പ്രാർത്ഥന 7 മണിക്ക് സമയം പ്രാർത്ഥന നടന്നിരിക്കും. അതുകൂടാതെയാണ് ഈ അഡീഷണൽ പ്രാർത്ഥനകളൊക്കെ. അങ്ങനെ ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പരിപാടിയെ ഓരോ ദിവസവും ശരണം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് 72 വർഷങ്ങൾ അവർക്ക് സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് സാധിച്ചതെന്ന് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ സന്തോഷകരമായ ദിവസത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 വ്യക്തികൾക്കായിരുന്നു വലിയൊരു തീരുമാനം ഉറക്കെ ഈശ്വരനുഭവമായിരിക്കുമ്പോൾ ഇവർ 2 പേരെ സംബന്ധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവർ ഇന്ന് എടുക്കുവാൻ പോകുന്ന ഈ തീരുമാനം പരസ്പരം ഒരേ മനസ്സോടെ ഒരേ ശരീരത്തോടെ സുഖങ്ങളും ദുഃഖങ്ങളും പങ്കുവെച്ചുകൊണ്ട് ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ഒന്നായി ജീവിക്കുവാനുള്ള ഒരു നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ 2 പേരെയും അഭിനന്ദിക്കുകയാണ്. ദൈവത്തിന്റെ ഈ തീരുമാനത്തിന് സന്തോഷത്തോടുകൂടി നിങ്ങൾ പറയുന്നതോട് മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം അഭിനന്ദിക്കുകയും നമുക്ക് ഒന്നു ചേർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞാൻ എൻ്റെ മക്കളുടെയും അമ്മയുടെ കാര്യങ്ങളൊക്കെ പോലെ ഇവര് നടത്തുന്ന സമർപ്പണം 1 വർഷവും 10 വർഷവും 20 വർഷവും 50 വർഷവും 75 വർഷവും ഒക്കെ
ഉടമ്പടിയും മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസരെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ യുവാവശ്യം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം ദൈവത്തിന്റെ പരിപാലനം നിങ്ങൾ ചെയ്ത ഈ വാഗ്ദാനത്തെ അവിടുത്തെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ ശക്തമാക്കുകയും കണ്ണിയാൽ തൊഴിലാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറയെയും ഇസ്ഹാക്കിനെയും റബേക്കയെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വസ്തയിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെയും ഐക്യത്തിലും മുതിർവാക്കി തീരട്ടെ. തീഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടുകൂടെ വിവാഹമെന്ന ഉദാസനായി അണയുവാൻ ദൈവങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെ നിങ്ങളുടെ സ്നേഹത്തെയും മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ നിർഗമത്തിൽ പങ്കെടുത്തെല്ലാവരെയും ദൈവസമൃദ്ധമായ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
മഴയായി നിവർന്നു നീ നോവാറാതെ തോരാതെ പെയ്കേ തുഴയോളങ്ങൾ പോൽ നിൻ കടവത്തൊന്നു ഞാൻ തൊട്ടുമെല്ലെ കാറ്റ് ചില്ലയിതിൽ വീശണി കാറ് ഇലയിതിൽ പെയ്യണി നെല്ലി തീരമിതിലോളങ്ങളോളങ്ങളായി നീ വരൂ ഉയിരിൽ തലോടിടും ഉയിരായിടും നാം ഒരു നാൾ കിനാക്കടലിൽ ചെന്നടയുമിരുനിലാ നദിയായാരും കാണാ ഹൃദയതാരമതിൽ ഉരുകി നാമെന്നാരും കേൾക്കാ പ്രണയജാലകഥ പലവുരു തുടരുമോ ഗുഡ് ഈവനിങ്. നമുക്കറിയാം, നീണ്ട 1.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മാനുവലും നമ്മുടെ പ്രിയങ്കയും അവരുടെ സ്വപ്ന സാക്ഷാത്കാരനായിട്ട് ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 10-ാം തീയതി അവരുടെ ആഗ്രഹം പൂ അണിയുന്നതിന് മുമ്പായി ഇന്ന് നടന്ന ഒത്തുകല്യാണത്തെ ചടങ്ങിന് സാക്ഷിയാക്കുവാനാണ് നിങ്ങളെല്ലാവരും വന്നത്. അതെ, പരപ്പാട് ഫാമിലിയുടെയും എളശ്ശേരി ഫാമിലിയുടെയും ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈ വേദിയിലേക്ക് ഈ ഫംഗ്ഷനിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. Good evening, ladies and gentlemen. On behalf of Parkland family and Eresheri family, we welcome all of you to this wonderful occasion. For those of you that don't know me, I am Sahil Totil. അപ്പോൾ നമ്മളെല്ലാം പള്ളിയിലെ ഫംഗ്ഷൻ കഴിഞ്ഞ് നമ്മുടെ ഈ ചടങ്ങിലേക്ക് വരികയാണ്. നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ ഈ എൻഗേജ് ഫംഗ്ഷൻ 2 ഫംഗ്ഷനാണുള്ളത്. ഒന്ന് പത്രം തെളിയിക്കുക, അതിനുശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വധൂവരന്മാരെ നമ്മുടെ മാനുവലിനെയും നമ്മുടെ പ്രിയയെയും ഇങ്ങോട്ട് ക്ഷണിക്കണേ. നമുക്ക് വേണ്ടേ? ഓക്കെ, ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് നമ്മുടെ മാനുവൽ, അതുപോലെ നമ്മുടെ പ്രിയയെ. കമോൺ.
Simon Uncle and Mary Auntie, please come up onto the stage. ഇത് നമ്മുടെ പ്രിയങ്ങളെ സഹോദരി സഹോദരന്മാരാണ്, അവരെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. മേരി ഇനി പ്രിയങ്കയുടെയും മാനുവലിന്റെയും ഗ്രാൻഡ് പേരൻസിനെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഇവിടെയുള്ള ഗ്രാൻഡ് പേരൻസിനെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. തൊട്ടി പപ്പ പ്രിയങ്കയുടെ വെളിച്ചൻ തൊട്ടി പപ്പനെ ക്ഷണിക്കുകയാണ്. ജീന ചേച്ചിയുടെ ഒരുമിച്ച് പയ്യെ പോ. ജീന ചേച്ചിയുടെയും അമ്മച്ചിമാരെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ വലിയൊരു എനിക്ക് തോന്നുന്നു വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യമാണിത്. ഈ നിൽക്കുന്ന സുന്ദരിക്ക് എനിക്ക് അറിയുമോ? ഇത് വളരെ പ്രിയങ്കയുടെ മുത്തിയമ്മയാണ്. നമുക്ക് ഗ്രാൻഡ് പേരൻസ് എന്ന് കേട്ടിട്ടുള്ളൂ. ഇത് മുത്തിയമ്മയാണ്. അതായത് പ്രിയങ്കയുടെ അമ്മയുടെ അമ്മയാണിത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിലേക്ക് വളരെ ഭാഗ്യം ചെയ്ത ഒരു നിമിഷമാണിത്. അപ്പോൾ ഇനി നമുക്കറിയാം, നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെയുണ്ട്. പ്രത്യേകിച്ച് മൺമറഞ്ഞു പോയ പരപ്പനാട്ട് ചാച്ചൻ, പരപ്പനാട്ട് അമ്മച്ചി, അതുപോലെ തൊട്ടിയിൽ മമ്മി, അതുപോലെ ഇടശ്ശേരി മാണി സാറ്, അതുപോലെ പരപ്പനാട്ട് അവകാശങ്ങൾ, ഇവരൊക്കെ സ്വർഗത്തിൽ നമ്മളോടൊപ്പം ഈ മുഹൂർത്തത്തിന് സാക്ഷി വഹിക്കുന്നതായിരിക്കും, പ്രാർത്ഥിക്കുന്നതായിരിക്കും. അവരെയെല്ലാം മനസ്സിൽ നമ്മളെല്ലാം ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഫംഗ്ഷൻ നമുക്കറിയാം. അതുപോലെ ജീന ചേച്ചിയുടെ ചാച്ചൻ, ഇവരെയൊക്കെ ഓർക്കുകയാണ്. ഇനി നമ്മുടെ ഏത് ഫംഗ്ഷൻ തുടങ്ങുന്നത് ഒരു പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം. അതുകൊണ്ട് ഫാദർ ജോഷി ഇവിടെയുണ്ടോ? ഇന്ന് വിവാഹ വാഗ്ദാനത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ട് ഇവിടെയായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാനവനെയും പ്രിയകയും സമർപ്പിച്ച് നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ. സ്നേഹപിതാവായ ദൈവമേ, ഈ മഹനീയ നിമിഷത്തെ അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഇന്നിവിടെ സന്തോഷത്തോടെ ആയിരിക്കുവാണ് അവസരം തന്നതിനോട്ട് പൂർണ്ണമായിട്ടും എന്ന് പറയുകയാണ്. ഈ നിമിഷത്തിൽ അങ്ങ് രൂപകൽപ്പന കൊടുക്കുന്ന കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായി ഒരുങ്ങി നിൽക്കുന്ന ഈ ദാസനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ എന്നും ഇവർക്ക് താങ്ങായി തണലായി ഇവരെ സംരക്ഷിച്ചുകൊണ്ട് ഇവരോട് കൂടെ ആയിരിക്കണമേ. രണ്ട് കുടുംബങ്ങളെ ഒന്നായി തീർക്കുന്ന ഈ നിമിഷം മാനവന്റെയും പ്രിയങ്ങളുടെയും ഈ കുടുംബത്തെ പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അവരുടെ സ്നേഹത്തിൻ്റെ നന്മയുടെ ദിനങ്ങളാണല്ലോ ഞങ്ങൾ മുന്നിലൂടെ കടന്നു പോകുന്നത്. ആ ദിനങ്ങളെല്ലാം അവിടുത്തെ സ്നേഹസാന്നിധ്യം അനുഭവിച്ചറിയുന്നു. പരിശുദ്ധമേ മാതാവേ, തിരുകുടുംബത്തെ നയിച്ചതുപോലെ എന്നും ഈ ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. ജീവിത ദുഃഖ സാഹചര്യങ്ങളൊക്കെ അവിടുത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ശക്തിയും കൃപാവരും പരിശുദ്ധ അമ്മയുടെ ബാധ്യസ്ഥ ഇവർക്കുണ്ടാകാമാണ്. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഗ്രഹിക്കുന്നുണ്ടാകുന്നു, അമ്മയുടെ ഒരുത്തരമായി ഗ്രഹിക്കുന്നുണ്ടാകുന്നു. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്ക് നമ്മുടെ പ്രിയകയും മാനുവലിനെയും ദീപം തെളിക്കുവാനായിട്ട് ക്ഷണിക്കുകയാണ്. ഞാൻ ലോകത്തിന് പ്രകാശമാകുന്നുവെന്ന് അരുൾ ചെയ്ത യേശുക്രിസ്തുവിന്റെ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ചടങ്ങുകൾക്ക് ഭദ്രത തെളിക്കാൻ മാനുവലിനെയും പ്രിയകയെ ക്ഷണിക്കുന്നു.
വെട്ടിപ്പച്ചനെയും വെട്ടിപ്പച്ചമാരെയും ക്ഷണിക്കുകയാണ്. ഇനി വെട്ടിപ്പച്ചനെയും അമ്മച്ചിയെയും അതുപോലെ തന്നെ ഇവിടെയുള്ള എനർജിയുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും ക്ഷണിക്കുകയാണ്. ജീവിതകാലം മുഴുവൻ കിട്ടുന്നതിന്റെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കോഴിത്തറ നൽകുന്ന ചടങ്ങ് അമ്മാവന്മാരാണ്. അതുകൊണ്ട് രണ്ട് കുടുംബത്തിലെയും മാനവന്റെയും പ്രിയങ്കയുടെയും അമ്മാവന്മാരെ ഈ സ്റ്റേജിൽ ക്ഷണിക്കുകയാണ്. I welcome Priyanka's one and only Amachan and my dad, Mr. Anil Toti, and I also welcome Manuel Chedai's Amavama, Josephine Lucas and Jobimon Lucas Marinati. I also welcome Priyanka Chechi's Amai, Roshni Anil, to assist with the start of the program. വധുവിന്റെ വീട്ടുകാർ വരന്റെ ബന്ധുക്കളെ ഔചാരികമായി സദ്യക്ക് സൽക്കാരത്തിന് ക്ഷണിക്കുന്നു, അവരെ പ്രിപ്പയർ ചെയ്യുന്നു, അവരെ സദ്യക്ക് ക്ഷണിക്കുന്ന ചടങ്ങാണിത്. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ മലരുളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം
ആരാരുമേ തേടാത്ത നിന്നുൾ നാമ്പു തേടി ആരാരുമേ കാണാത്തൊരാദാഹങ്ങൾ പുൽകി നീ പോകും ദൂരം നിഴലായി ഞാൻ വന്നിടാം തീരങ്ങൾ തേടി ചിറകേറിപ്പോയിടാം മധുരമൂറും ചിരിയാലെ നീ പ്രിയ സമ്മതം മൂളുമാ മനതാരിൻ അഴിനീക്കി നീ ഇണയാവാൻ പോരുമോ കാലമാകുന്ന തോണിയിൽ നമ്മൾ ഇന്നിതാ ചേരവേ തീലി നീർത്തുന്നൊരായിരം ജാലമെന്നിലിന്നാകവേ പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതി ഇവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ பாதையில தாவி ஓடுறான் அத்த பெத்த பூங்குயில தேடி வாடுறான் சந்தன மாலை அள்ளுது மாலை வாசம் ஏறுது என் கிளி மேல சங்கிலி போல சேர தோணுது சக்கர ஆல சொக்குது ஆல மாலை மாத்த மாம வரட்டுமா வழியில பூத்த சாமந்தினியே விழியில சேர்த்த பூங்கொத்து அடியே அடியே பூங்கொடியே கவல மறக்கும் தாய்மடியே அழகே அழகே பெண் அழகே கரையில் நடக்கும் தேரழகே நிழலாட்டம் பின்னால நான் ஓடி வந்தேனே ஒரு வாட்டி என்ன பரமா ஒத்தையடி பாதையில தாவி ஓடுறேன் அத்த பெத்த பூங்குயில தேடி வாடுறேன் பலமுறை நீயும் பார்க்காம போன இரும்புக்கு மேல துருவென உசிர உனக்கே மேந்து விட்ட இருந்தும் நெருங்க பயந்துகிட்ட உயிரே உயிரே என் உயிரே உலகா நீதான் உயிரே மனசெல்லாம் கண்ணாடி உடைக்காத பந்தாடி வதைக்காத கண்ணே
ഇതിലെ പോടാ. ഇതിലെ പോടാ, ഇതിലെ പോടാ, ഇതിലെ പോടാ.
சண்டாலி வாசத்திர அழகுல லேசாகி ஏந்தி பகலத்தனையும் லூசாகி பய கிடக்குற தரையில பேசாகி சண்டாலி சிரிப்புல பறக்குற தூசாகி நான் செவத்துல விட்டெறிஞ்ச காசாகி கொடி பிடிக்கிற நினப்புல மாசாகி கையுங்காலும் ஒன்ன கண்டு ஓடவில்லடி ராவந்தும் கூட கண்ணு ரெண்டு மூடவில்லடி பாவி புள்ள என்ன நீயும் ஆடவிட்டடி தாய் பாசத்தோட நெஞ்ச வந்து மோதி புட்டடி தெரியலடி புரியலடி உன் இருவிழி மனுஷன இடுப்புல தூக்குறடி சண்டாளி மோசத்துற அழகுல லேசாகி ஏந்தி பகல் அத்தனையும் லூசாகி பயகடக்கிற தரையில பேசாகி சண்டாளி சிரிப்புல பறக்குற தூசாகி நான் செவத்துல விட்டெறிஞ்ச காசாகி கொடி பிடிக்கிற நினப்புல மாசாகி பார்த்து அம்மி வச்ச தேங்காய் சில்லா நான் செங்கி போட்டேன் மொத்தமா நீ என்ன சேர நெத்த நினப்புக்குள்ள கசங்கி போட்டேன் சொட்டவாள குட்டி நானும் சோறு திங்கல நீ தொட்டி பேச 2 நாளா வீடு தங்கல முட்டி மோது ஓன நப்பரில் சுத்தல நீ எட்டி போக செத்து போவேன் காது குத்தல கதை விடல கலங்கிடல நான் உன்னை விட ஒரு தீய இதுவரை பார்த்திடல சண்டாலி வாசத்திர அழகுல லேசாகி ஏந்தி பகலத்தனையும் லூசாகி பய கிடக்குற தரையில பேசாகி சண்டாலி சிரிப்புல பறக்குற பூசாகி நான் செவத்துல விட்டெறிஞ்ச காசாகி கொடி பிடிக்கிற நினப்புல மாசாகி கம்மாக்கர நீராகுற செந்தாமர கண்ணாலன பொங்காமலே சோறாகுற நுங்கு போல என்ன சீவும் கண்ணுக்குள்ள கட்டி போட்டு அடிச்சு புட்ட உச்சிவானா நின்ன ஆள ஒரே உதட்ட செப்பில் உலுக்கி புட்ட அல்லிராணி என்ன ஏண்டி ஆட்டி வைக்கிற உன் அன்பில் என்ன சாவி கொத்தா மாட்டி வைக்கிற புள்ளிமான செக்கு மாட மாத்தி வைக்கிற நீ வெள்ளி காசா என்ன ஏனோ சேர்த்து வைக்கிற பழகிடுற பழகிடுற என் பகலையும் இரவையும் படையலு போட்டுடுற சண்டாலி வாசத்திர அழகுல லேசாகி ஏந்தி பகலத்தனையும் லூசாகி பய கிடக்குற தரையில பேசாகி சண்டாலி சிரிப்புல பறக்குற பூசாகி நான் செவத்துல விட்டெறிஞ்ச காசாகி கொடி பிடிக்கிற நினப்புல மாசாகி